നമസ്കാരം. ഇക്കാലത്തെ ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നായി കരുതപ്പെടുന്നതാണ് ഡയബറ്റിസ്. അതായത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അനിയന്ത്രിതമായി കൂടുന്നതാണ് ഡയബറ്റിസ്. ഈ നൂറ്റാണ്ടിലെ തന്നെ ഒരു വലിയ ആരോഗ്യ പ്രശ്നമായിട്ടാണ് ഡോക്ടർമാർ ഡയബറ്റിസിനെ വിലയിരുത്തിയിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയാണ്. ഇതിൻ്റെ അളവ് രക്തത്തിൽ ഒരു പരിധിയിനപ്പുറം കൂടുന്നതാണ് ഡയബറ്റിസ് എന്നറിയപ്പെടുന്നത്. ഈ രക്തത്തിലെ ഷുഗറിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുന്ന ഹോർമോൺ ഇൻസുലിനാണ്. ഈ ഇൻസുലിൻ്റെ ഉൽപ്പാദനം കുറയുന്നതോ അല്ലെങ്കിൽ ഇല്ലാതാകുന്നതോ ആയ അവസ്ഥയാണ് നമ്മൾ ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇത് ബോഡിയുടെ മൊത്തം ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി തന്നെ ബാധിക്കുന്നു. രണ്ട് തരം ഡയബറ്റിസാണ് ഉള്ളത്. ടൈപ്പ് 1 ഡയബറ്റിസും ടൈപ്പ് 2 ഡയബറ്റിസും. ടൈപ്പ് 1 ഡയബറ്റിസ് എന്ന് പറയുന്നത് ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്ത അവസ്ഥയാണ്. ടൈപ്പ് 2 ഡയബറ്റിസ് എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ്റെ ആക്ഷനെ ശരീരം പ്രതിരോധിക്കുകയാണ്. അതായത് ബോഡി റെസിസ്റ്റൻറ്റ് ടു ഇൻസുലിൻ ആക്ഷൻ എന്നുള്ള അവസ്ഥയാണ് ടൈപ്പ് 2 ഡയബറ്റിസ്. ഈ ഡയബറ്റിസിനെ ചെറുക്കാൻ നാച്ചുറലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നമുക്ക് ഈ ഡയബറ്റിസിനെ ചെറുത്ത് നിർത്താൻ രാസവസ്തുക്കളെ ആശ്രയിക്കേണ്ടി വരുന്നത്. സോ ഈ സെഗ്മെൻറ്റിൽ ഞങ്ങൾ ഡയബറ്റിസിന് വേണ്ട വളരെ പ്രധാനപ്പെട്ട 3 റെമഡീസാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പാവയ്ക്ക. മധുരം കൂടുമ്പോൾ അതിനെ കയ്പ് കൊണ്ട് തന്നെ ചികിത്സിക്കുകയാണ്. പാവയ്ക്ക നിങ്ങൾക്കറിയാം, പാവയ്ക്ക കട്ട് ചെയ്ത് അതിൻ്റെ തോലും കുരുവും കളഞ്ഞ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ മിക്സിയിലിട്ട് അടിച്ച്, വെള്ളം ഇല്ലാതെ അടിച്ചാൽ വളരെ നല്ലതാണ്, കൂടുതൽ ഫലം കിട്ടും. ഒരല്പം വെള്ളം ചേർത്താലും കുഴപ്പമില്ല. വെള്ളം ചേർത്ത് പാവയ്ക്ക ജ്യൂസ് ഉണ്ടാക്കുക. ഇതാണ് പാവയ്ക്ക ജ്യൂസ്. ഇത് വെറും വയറ്റിൽ കുടിക്കുക. ഷുഗർ ലെവൽ നല്ലോണം കൺട്രോൾ ചെയ്യുന്നത്. ഷുഗർ കൺട്രോൾ ചെയ്യുന്നതിൽ പാവയ്ക്ക പോലെ തന്നെ പ്രാധാന്യമുള്ളൊരു വസ്തുവാണ് കറുകപ്പട്ട. സിനമൺ എന്ന് പറയും. ഇതാണ് കറുകപ്പട്ട. നിങ്ങളെല്ലാവരും കണ്ടിരിക്കും കറുകപ്പട്ട. ഈ കറുകപ്പട്ടയുടെ പൊടിയാണ് നമ്മൾ കൂടുതലും കറിക്കും ഗരം മസാലയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത് കറുകപ്പട്ട പൊടിച്ചതാണ്. 1 ലിറ്റർ വെള്ളമെടുത്ത് 3 ടേബിൾ സ്പൂൺ കറുകപ്പട്ട ഇട്ട് തിളപ്പിക്കുക. 20-25 മിനിറ്റോളം തിളപ്പിക്കുക. അരമണിക്കൂറിന് താഴെ തിളപ്പിക്കുക. ആ തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഈ കാണുന്നത്. അത് ഇത്രത്തോളമായി. 1 ലിറ്റർ വെള്ളം 20 മിനിറ്റ് തിളച്ചപ്പോൾ അത് ഇത്രയുമായി. എന്നിട്ട് അതിനെ ഇങ്ങനെ അരിക്കുക. ഇച്ചിരി തണുത്ത ശേഷം അരിച്ച് കുടിക്കുക. ഇത് വെറും വയറ്റിൽ തന്നെ വേണമെന്നില്ല. 1-2 നേരം ഒരു ദിവസം കുടിക്കാവുന്നതാണ്. കറുകപ്പട്ടയിട്ട് തിളപ്പിച്ച വെള്ളം. പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തു ഉലുവയാണ്. നമ്മൾ കറികളിൽ നിത്യം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ഉലുവ. ഒരു പിടി ഉലുവ എടുത്ത് രാത്രി കുറച്ച് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. അതങ്ങനെ അതിൽ കിടന്ന് കൊവരും. എന്നിട്ട് രാവിലെ ആവുമ്പോൾ ഇതുപോലെ ഇങ്ങനെ കൊവുന്ന ഉലുവയാണിത്. വെള്ളത്തിലിട്ട് തലേദിവസം രാത്രി വെള്ളത്തിലിട്ട ഉലുവ കൊവുന്നതാണ്. ഇത് മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ജ്യൂസ് കുടിക്കുന്നത് ഷുഗറിന് വളരെ നല്ലതാണ്. ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് എല്ലാവരും തന്നെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഉലുവയുടെ ജ്യൂസ്. രാവിലെ ഇത് വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. ഇതിങ്ങനെ അരിച്ച് വേണമെങ്കിൽ കുടിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒരല്പം അരിക്കാം. വളരെ കട്ടിയുള്ള ഇതൊക്കെ. ഇത് ഒരുപാട് അലിഞ്ഞ് വെള്ളത്തിൽ ഇങ്ങനെ ഒരേപോലെ ജ്യൂസ് കൺസിസ്റ്റൻസിയിൽ വരില്ല. അതിനെ വേണമെങ്കിൽ അരിക്കാം. അരിക്കാതെ ഒരു 2-3 സ്പൂൺ കട്ടിക്ക് തന്നെ കുടിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. ഇതൊക്കെ കുടിച്ചാലും ചിട്ടയായ ഭക്ഷണ നിയന്ത്രണം ഡയബറ്റിസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. മധുരം പൂർണ്ണമായും വർജിക്കുക. പിന്നെ നമ്മളിൽ പലരും ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അരിഭക്ഷണം നിർത്തി ഗോതമ്പിലേക്ക് കടക്കും. എന്നാൽ പൂർണ്ണമായിട്ടുള്ള 3 നേരവും ഗോതമ്പ് മാത്രം ഭക്ഷിക്കുന്നതും ഷുഗറിന് നല്ലതല്ല. വെറും ഗോതമ്പ് കഴിക്കുന്നതിന് പകരം പലതരം ധാന്യങ്ങളുടെ മിക്സായിട്ടുള്ള രൂപത്തിൽ കഴിക്കുക. അത് ദോശയോ ചപ്പാത്തിയോ ഒക്കെ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഡയബറ്റിക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആട്ടാസ്. അതായത് പ്ലെയിൻ ഗോതമ്പിനും അത്രത്തോളം അരിയുടെ അത്ര ദോഷം ചെയ്യില്ലെങ്കിലും അതിലും ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. അതുകൊണ്ട് മറ്റ് ധാന്യങ്ങൾ കൂടി മിക്സ് ചെയ്താൽ ഷുഗറിൻ്റെ അളവും കുറയ്ക്കാൻ പറ്റും, നമ്മുടെ മെറ്റബോളിക് റേറ്റും കൂട്ടാൻ പറ്റും. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയബറ്റിക് ഫ്രണ്ട്ലി സോസ്, ബിസ്ക്കറ്റ്, ജാം ഇങ്ങനെയൊക്കെ പലതുമുണ്ട്. പക്ഷേ അതിലെല്ലാം രാസവസ്തുക്കളുടെ ഉപയോഗം വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്. ആരോഗ്യത്തിന് വേണ്ടി എന്ത് വേണോ നമുക്ക് വേണ്ടെന്ന് വെക്കാം. കാരണം
നമ്മുടെ ആരോഗ്യമാണ് നമുക്ക് മറ്റേതിനേക്കാളും പ്രധാനം. സ്വന്തം ശരീരത്തെ സ്നേഹിക്കൂ, സംരക്ഷിക്കൂ, ആരോഗ്യം സമ്പാദിക്കൂ.